അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൂറെ ഹബീബ് മജ്ലിസ് 5 വർഷം പൂർത്തിയാവുന്നൊരു വേളയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തങ്ങളെ ഇന്നത്തെ ലൈവിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല വിഷയങ്ങളുമായിട്ട് വിവാദങ്ങൾക്കിടയിലും തലയോർത്തി തന്നെയാണ് ഇപ്പോൾ മജ്ലിസും നേതൃത്വം കൊടുക്കുന്ന സയ്യിദന്മാരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിരവധി ഫളിലുകൾ പല മജ്ലിസുകൾക്കും ഉണ്ടാവാറുണ്ട്. ഫളിലുകൾ ഉണ്ടാകുന്നതിൻ്റെ മാനദണ്ഡം പല മാനദണ്ഡങ്ങളുണ്ടാകും. അതിലൊന്ന് നമുക്ക് അതിലുള്ള വിശ്വാസമാണ്, ആ ഒരു സംഭവത്തിലുള്ള. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലി പറഞ്ഞ ഒരു പലതവണ വന്നിട്ടും കണ്ടിട്ടും റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റ് ഒരു മറുപടി ഇന്നത്തെ വീഡിയോയിൽ സംഭവം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് തങ്ങൾ അതിന് മറുപടി പറഞ്ഞതല്ല, അത് ഒരു വേറെ ആളെ അനുഭവം പറഞ്ഞതാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ ആളുകൾക്കുള്ള മറുപടി നമുക്ക് ചിന്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടാലും മനസ്സിലാക്കുന്നവർക്ക്, മലയാളം കേട്ടാൽ മനസ്സിലാവുന്നവർക്കൊക്കെ അത് കറക്റ്റ് മനസ്സിലാവും. കാരണം നമുക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മളെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. ചിലപ്പോൾ കുറേ കാലം പിടിക്കും, ചിലപ്പോൾ പെട്ടെന്ന് റെഡി ആവും, ചിലപ്പോൾ റെഡി ആവത്തില്ല. അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ചില ഫളിലുകൾ ഞാനിവിടെ ഒരു വീഡിയോയിൽ തങ്ങൾ തന്നെ പറയുന്ന വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ ലൈവിലുള്ള സംഭവങ്ങളാണ്. ലൈവ് മുഴുവൻ കാണാത്തവർക്ക് അതിൻ്റെ അവസാന ഭാഗത്തു നിന്ന് ഇത് കേൾക്കാവുന്നതാണ്. ഒരു മുസ്ലിം സഹോദരിയുടെ ഒരു സംഭവമായിട്ടുള്ളൊരു കഥ പറയുന്നുണ്ട് തങ്ങൾ. അതിൻ്റെ പൂർണ്ണ വിവരം ഒരു അടുത്തൊരു ലൈവിൽ അദ്ദേഹം പറയുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് തന്നെ നമുക്ക് കേട്ടാൽ നമുക്ക് ബാക്കിയുള്ള സംശയങ്ങളൊക്കെ തീരുന്ന രൂപത്തിലുള്ള കാര്യമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് സ്വലാത്തുൽ ഫാത്തിഹ ആയിട്ടും അങ്ങനെ മഹാന്മാർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചൊല്ലി മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെയൊക്കെ ഖൽബ് നന്നാക്കി തരട്ടെ, ഹൃദയം ശുദ്ധീകരിച്ച് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക, അവസാനം വരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ റാഹത്താവാൻ വേണ്ടി പഠിച്ചവനോട് നല്ലോണം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും. പിന്നെ ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ നമ്മളെ ഒരു പെണ്ണ് ഇറങ്ങിപ്പോയി. ആ ഉമ്മ വലിയ കരച്ചിലാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾ പോയെടുക്കാൻ ഞങ്ങൾ കൂട്ടി തിരിച്ചു വന്നു. പോയിട്ട് കുറെ മാസങ്ങളോളായി വരുന്നില്ല. ഇൻഷാ അല്ലാഹ് വരട്ടെ. വ്യാഴാഴ്ച ഫളില് പറയാൻ ഭാഗ്യം തരട്ടെ. ഞാൻ ഈ മജ്ലിസ് തുടങ്ങിയിട്ട് 5ാമത്തെ വർഷം. ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ ഫളില് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പറയും. ഒരു ഹിന്ദു സഹോദരി നമ്മളെ കൂടപ്പിറപ്പ് 3 വർഷം ക്ഷമിച്ചിരുന്നു മജ്ലിസില്. 3 വർഷം. സുബ്ഹാനല്ലാഹ്. ഒരു ഗതിയുമില്ലാത്ത, ആരാരുമില്ലാത്ത ഒരു ഹിന്ദു സഹോദരി 3 കൊല്ലം ഫളില് കിട്ടിയില്ല. 2.5 കൊല്ലം. ആൾക്കാര് പോലെ വെറുതെ എന്തിനാ പെണ്ണെ പിന്നെ ആ മജ്ലിസ് കേൾക്കാൻ നിൽക്കണ, അത് ഒഴിവാകാറുണ്ട്. ഇല്ല താത്ത, ഞാൻ ഒഴിവാകൂല, എനിക്കത് വിശ്വാസമാണ്. എന്റെ അമ്പലത്തിലെ പ്രാർത്ഥന കേട്ടു പറഞ്ഞു, അത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കൗസല്യ സുപ്രധാരാമ പൂരാ പ്രവർത്തന, അത് കഴിഞ്ഞിട്ട് ഞാൻ അത് വെക്കലുള്ളൂ. എന്നാൽ കുറെ മാസമായിട്ട് ആ ഹിന്ദു സഹോദരനെ കാണണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്ത് ആ ചേച്ചി നമ്മളെ വിട്ടു പോയിട്ടുണ്ടാവും, മജ്ലിസ് ഒഴിവാക്കിയിട്ടുണ്ടാവും. ഇന്നലെ എന്റെ മനോഹരമായ ഒരു മോതിരവുമായിട്ട് വരുന്നു. അന്തം വിട്ടു. തങ്ങളിപ്പാ ഞാൻ ഈ സ്വലാത്ത് മറക്കൂല. പെങ്ങളുണ്ടോ? എല്ലാ ദിവസവും ഞാൻ കേക്കലുണ്ട്. കുറെ ആൾക്കാർ തിരിപ്പിച്ചാ നോക്കി, ഞാൻ തിരിഞ്ഞിട്ടോ. എനിക്കുറപ്പാ. കുറച്ച് ജന്യച്ചേച്ചൊന്നുമല്ല, ജന്യച്ചേച്ചൊന്നും 3 കൊല്ലായിട്ടില്ല കേട്ടാ. ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞത് കാണണ്ടായിരുന്നു. എനിക്ക് ഈ മജ്ലിസും തങ്ങൾ ഇഷ്ടാണ്. അൽഹംദുലില്ലാഹ് എനിക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്താന്നല്ലേ വെള്ളിയാഴ്ച ഞാൻ പറയും. ആ സഹോദരിക്കുള്ള ഹിദായത്ത് കൊടുക്കട്ടെ. അത്രയും ക്ഷമയോടെ കാത്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു നിഅമത്ത്. അറിയുങ്ങൾക്ക് മജ്ലിസിന്റെ ഏറ്റവും വലിയ ഫളില്